നമ്മുടെ ഫോണിലെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്താൽ 1 എന്ന നമ്പറിനൊഴികെ ബാക്കി എല്ലാ നമ്പറിനും താഴെ ഇംഗ്ലീഷ് ആൽഫാബെറ്റ് നൽകിയിരിക്കുന്നത് കാണാം. അതായത് ABCD അങ്ങനെ നൽകിയിരിക്കുന്നത് കാണാം. എന്തിനാണ് ഇങ്ങനെ അക്ഷരങ്ങൾക്ക് താഴെ ABCD നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്ലിക്കേഷനകത്തും ഇപ്പോൾ ജെമിനി ആപ്പിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്തിനാണ് നൽകിയിരിക്കുന്നത് എന്നുകൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് ആയ നമ്പറുകൾ ഇതുപോലെ മുകളിൽ വരുന്നത് കാണാം. സത്യത്തിൽ ഇവിടെ മുകളിൽ വരുന്നത് റിലേറ്റഡ് നമ്പറുകൾ മാത്രമല്ല, നമ്മൾ പ്രസ് ചെയ്യുന്ന ഓരോ നമ്പറുകൾക്കും താഴെ ആൽഫാബെറ്റുകളും ഉണ്ട്. ആ ആൽഫാബെറ്റിനനുസരിച്ചിട്ടുള്ള നമ്പറുകളും നമുക്ക് മുകളിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺടാക്റ്റിലുള്ള വ്യക്തികളെയും നമുക്ക് ഈ ഡയൽ പാഡിലൂടെ തന്നെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് എനിക്ക് രാജേഷ് എന്ന സുഹൃത്തിൻ്റെ നമ്പറാണ് വേണ്ടതെങ്കിൽ രാജേഷിൻ്റെ R എന്ന ആൽഫാബെറ്റ് വരുന്നത് 7ാം നമ്പറിലാണ്. അപ്പോൾ ഞാൻ 7ാം നമ്പർ പ്രസ് ചെയ്യുന്ന സമയത്ത് PQRS എന്നീ 4 ആൽഫാബെറ്റിനനുസരിച്ചിട്ടുള്ള നമ്പറുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. എൻ്റെ ഇതിലിപ്പോൾ വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് നമ്പറുകൾ കാണിക്കുന്നത്. ഇനി രാജേഷിൻ്റെ A എന്ന അക്ഷരം വരുന്നത് 2ാം നമ്പറിലാണ്. 2ാം നമ്പർ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ RA എന്നത് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ J എന്ന നമ്പർ 5ാം നമ്പറിലാണ്. അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം രാജേഷ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ സെർച്ച് ചെയ്തെടുക്കുന്നതിന് പകരം ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വ്യക്തികളെ ആൽഫാബെറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പിന്നെ ശീലിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും. പണ്ടത്തെ ഡയൽ പാഡ് ഫോണുകളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് വ്യക്തികളെ സെർച്ച് ചെയ്തെടുക്കുന്നത്. ഇനി മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള ഗൂഗിൾ ജെമിനിയുടെ പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. മറ്റു കമ്പനികളുടെ മെസ്സേജ് ആപ്ലിക്കേഷനിൽ ഇത് ലഭിക്കുന്നതല്ല. അപ്പം നിങ്ങൾ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെയായിട്ട് ജെമിനിയുടെ ലോഗോ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആദ്യം നിങ്ങളുടെ ജിമെയിലുമായി കണക്ട് ചെയ്യേണ്ട പോപ്പപ്പ് വരും. യൂസ് ജെമിനി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ജിമെയിലുമായിട്ട് കണക്റ്റ് ആവും. ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് മെസ്സേജിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ മെസ്സേജിനകത്ത് നിന്ന് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണിത്. മെസ്സേജിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജിന് ആവശ്യമായ മാറ്ററുകൾ എഴുതിപ്പിക്കാം. ലീവ് ലെറ്ററോ ബർത്ത്ഡേ വിഷസോ എന്താണ് മെസ്സേജിൽ ആവശ്യം അത് അതിനോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മൾ പറയുന്ന രീതിയിൽ പറയുന്ന ഭാഷയിൽ അയച്ചു തരുന്നതാണ്. ഇനി നമുക്ക് മെസ്സേജിൽ വന്ന എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം, മറുപടി എഴുതിപ്പിക്കാം. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനായിട്ട് ബർത്ത്ഡേ വിഷസ് എഴുതി തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ട് അയക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മലയാളം സഹിതം ഏത് ഭാഷയിലും പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തതിനും നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിൽ എഴുതിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ച് എഴുതിക്കാം. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ചിത്രങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അയച്ച പ്രോംപ്റ്റിനനുസരിച്ച് മനോഹരമായിട്ട് മലയാളം പോസ്റ്റർ എനിക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പുതിയതായിട്ടുള്ള ചിത്രങ്ങളും നിർമ്മിക്കാം. ഇതുപോലെ മെസ്സേജിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാതെ മെസ്സേജിനകത്ത് നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.